ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന 12ാമത്തെ ഹിന്ദി കവി എന്നതിനേക്കാൾ പ്രസക്തി വിനോദ് കുമാർ ശുക്ലയ്ക്ക് മറ്റൊന്നാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ് ശുക്ല. ആ നാടിന്റെ സാഹിത്യത്തിനുള്ള അംഗീകാരം കൂടിയാണത്. 11 ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ രൂപം കൊത്തിയ വെങ്കല ശില്പവുമാണ് പുരസ്കാരം. ഹിന്ദി സാഹിത്യത്തിലെ രാജ്യത്തെ ജീവിച്ചിരിക്കുന്ന മുതിർന്ന എഴുത്തുകാരിൽ ഒരാളാണ് 88-കാരനായ ശുക്ല. കെട്ടുപാടുകളിൽ നിന്ന് വിമോചനത്തിനായി കൊതിക്കുന്ന പക്ഷിയുടെ അനായാസ സഞ്ചാരങ്ങളെക്കുറിച്ച് എഴുതിയ കവിതയിൽ എഴുത്തുകാരൻ വിനോദ് ശുക്ല അടയാളപ്പെടുത്തുന്നത് മനുഷ്യഗാഥയെക്കുറിച്ചുള്ള നടക്കാനിടയില്ലാത്ത സങ്കല്പത്തെ കൂടിയാണ്. ഹിന്ദി സാഹിത്യത്തിലെ മുൻപേ പറക്കുന്ന പക്ഷികളെക്കുറിച്ചുള്ള ഭാവനയാണത്. അസാധാരണമായ പലായനങ്ങളുടെ ചരിത്ര അനുഭവമുള്ള മനുഷ്യന് എത്ര കൊതിച്ചാലും സാധിക്കാത്തവ കിളികൾ സാധിച്ചെടുക്കുന്നുവെന്ന് ശുക്ല ഒരു കവിതയിൽ പറയുന്നുണ്ട്. അതിജീവനത്തെക്കുറിച്ചു കൂടിയാണത്. ജ്ഞാനപീഠ പുരസ്കാര ജേതാവും പ്രശസ്ത എഴുത്തുകാരിയുമായ പ്രതിഭ റായ് അധ്യക്ഷയായ സമിതിയാണ് ഇത്തവണത്തെ പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഹിന്ദി സാഹിത്യത്തിന്റെ വളർച്ചയ്ക്കായി ഏറെ വ്യക്തിരിത്വവും അസാധാരണ പ്രതിഭാവിലാസം പ്രദർശിപ്പിച്ച സർഗാത്മക പ്രവൃത്തിക്കാണ് ശുക്ലയ്ക്ക് പുരസ്കാരം നൽകുന്നതെന്ന് പുരസ്കാര നിർണയ സമിതി വിലയിരുത്തി. ഹിന്ദി സാഹിത്യത്തിൽ ഏറെ വായിക്കപ്പെടുകയും നിരൂപിക്കപ്പെടുകയും ചെയ്ത ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല. എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ മാധവ് കൗശിക്, കൊങ്കണി സാഹിത്യകാരൻ ദാമോദർ മൗസോ, മലയാളി എഴുത്തുകാരൻ പ്രഭാവർമ്മ, ഉർദു എഴുത്തുകാരൻ ജാൻകി പ്രസാദ് ശർമ്മ, മറാഠി കവി പ്രഫുൽ ശിലേദാർ, അനാമിക, എ കൃഷ്ണറാവു, ജ്ഞാനപീഠ സമിതി ഡയറക്ടർ മധുസൂദൻ ആനന്ദ് എന്നിവരായിരുന്നു നിർണായക സമിതിയിലെ മറ്റംഗങ്ങൾ. 1999 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ദിവാർ മേ ഏക് കിർക്കെ രാത് ദി എന്ന പ്രശസ്ത കൃതിയടക്കം ഡസൻ കണക്കിന് സൃഷ്ടികൾ വിനോദ് കുമാർ ശുക്ലയുടേതായുണ്ട്. 1979 എഴുതപ്പെട്ട പ്രശസ്ത കൃതി നൗകർ കി കമ്മീസ് പ്രമുഖ സംവിധായകൻ മണി കൗൾ സിനിമയാക്കിയിട്ടുണ്ട്. കവിത, കഥ, ലേഖനങ്ങൾ, പ്രബന്ധങ്ങൾ എന്നിങ്ങനെ നിരവധി പ്രശസ്ത കൃതികളുടെ കർത്താവാണ് ഈ 88-കാരൻ. 1961 മുതൽ ഏർപ്പെടുത്തി വരുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സാഹിത്യ സമ്മാനമായ ജ്ഞാനപീഠം ആദ്യം നേടിയത് കവി ജി ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനായിരുന്നു പുരസ്കാരം. റിസർച്ച് ഡെസ്ക്, ന്യൂസ് മലയാളം.